എടാ ഞോണ്ടാ, നീ എന്തെന്ന് നേരത്തെ വന്നേ? നീ വല്ല റോക്കറ്റിനാണോ വന്നേ? ഇല്ലടാ, ഇന്ന് ബസ് നേരത്തെയാ വന്നേ. ആ എന്നാ ഉണ്ടടാവേ, ഇതെന്നാ കോഴിപ്പപ്പൊക്കെ? രാത്രി കോഴിക്കോട്ടിലാണോ കിടന്നേ? ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാ. നോക്കി എന്ത് ഭംഗിയാണ്. എത്രയോ പക്ഷികളുടെ ചിറകുകളാണ് ഇതുപോലെ കുഴിഞ്ഞു വീഴുന്നത്. എന്നിട്ടും അവ ആകാശത്തോടി പാറിപ്പറക്കുന്നു. നമ്മളും ഇതുപോലെ ഒരു ദിവസം പാറിപ്പറക്കേണ്ടവരല്ലേ? മിസ്റ്റർ ഞൊണ്ടങ്കവി, ആദ്യം മര്യാദ നടക്കാൻ പഠിക്കുക, എന്നിട്ടല്ലേ പറഞ്ഞു നടക്കുന്ന കാര്യം. അതെ, ഈ വീക്കെൻഡിൽ എന്താ നമുക്ക് പരിപാടി? നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ കാര്യമോ? അത് ശരിയാണല്ലോ. ആ കൊള്ളാം, അവിടെയെങ്കിലും നേരത്തെ എത്തിയേക്കണേ. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞ്? നിൻ്റെ ചേട്ടനെന്ന നിലയിൽ പുള്ളിക്കാരൻ ഞങ്ങളുടെ ചങ്ക. അപ്പോൾ ഞങ്ങളൊരു അരമണിക്കൂർ മുമ്പേ എത്തിയിരിക്കും. എടാ, നമുക്ക് കല്യാണത്തിന് മുണ്ടെടുത്താലോ? ആ, അത് കൊള്ളാലോ. എനിക്കൊന്നും വയ്യ മുണ്ടെടുക്കാൻ. ഞാനെടുത്ത സമയത്തെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ നിങ്ങളെടുത്തു. അപ്പോൾ എല്ലാവരും അരമണിക്കൂർ മുമ്പ് എത്തിയേക്കണം. മണവാളനങ്ങ് ലുക്കാണല്ലോ. മുണ്ടെടുക്കാൻ പറഞ്ഞ ആളെന്തിയേ? അവൻ അങ്കമാലിയിൽ അമ്മാരി അടുത്ത് പോയിരിക്കുക. സഭയെടുക്കും. നിങ്ങൾ തന്നെ ഇത്ര നേരത്തെ ഇവിടെ? കേറ്ററിംഗാറ് എന്തോ ഉടക്കുണ്ടാക്കി, അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഞാനെന്നാ വീട്ടിലേക്ക് പോകട്ടോ. ഓക്കെ, നിങ്ങളെന്നാ പുറകെ. ആ ശരി ശരി. ഇതാ ഞാനിപ്പോൾ വരാം. എനിക്ക് കാലം തോരണം. പൈപ്പ് എവിടെയുള്ളേ? അവിടെയുണ്ട്. കാല് കഴുകിയോ? കഴുകി. ഇതെന്താണിത്? മൊത്തം ചെളിയാണല്ലോ. മര്യാദയ്ക്ക് പോയി കഴുകിയിട്ട് വാ. പറ്റാവുന്ന പണിക്ക് വല്ലതും പോയാൽ പോരായിരുന്നു. പോയി കഴുകിയിട്ട് വാ, ഞങ്ങളവിടെ കണ്ടേക്കാം. ഞൊണ്ടനെ കൊണ്ടൊന്ന് അബദ്ധമായെന്നാ തോന്നുന്നേ. സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എന്നാ ഇവിടെ? ഇതെൻ്റെ കൂട്ടുകാരനാ, ചേട്ടൻ്റെ കല്യാണത്തിന് വന്നതാ. പേരെങ്ങനെയാ? എൻ്റെ പേര് സുബിൻ. സുബിൻ. കൂട്ടുകാരൊന്നും വന്നില്ലേ? ഒരാളും കൂടെ ഉണ്ട്, കാല് കഴുകുക. നിങ്ങൾ ആ പുള്ളിയെ ഞൊണ്ടെന്നാണോ വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല അച്ചോ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ അങ്ങനെ ചുമ്മാ കളിയാക്കി വിളിക്കുന്നതന്നേ ഉള്ളൂ. എടാ മക്കളെ, നമ്മൾ ആരെയും കളിയാക്കരുത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. പ്രത്യേകിച്ച് അവന് കാഴ്ചയിലൊരു പോരായ്മയുണ്ടെങ്കിലും നമ്മൾ അവനെ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പോരായ്മ അതിലും വലുതായിട്ട് മാറുക ചെയ്യുന്നത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. പ്രത്യേകിച്ച് കുറവുകളുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. ശരി അച്ചോ. സോറി അച്ചോ, ഞങ്ങൾ ആ ഒരു ഉദ്ദേശത്തിലല്ലായിരുന്നു. ഇനി ആവർത്തിക്കത്തില്ല അച്ചോ. സോറി എന്നോടല്ല പറയേണ്ടത്, നിങ്ങൾ പോളിനോട് സോറി പറയണം കേട്ടോ. അപ്പോൾ അവനതൊരു സന്തോഷമാകും. പോളോ? അച്ഛനെങ്ങനെ അവൻ്റെ പേരറിയാവുന്നേ? അച്ഛനെങ്ങനെ അവൻ്റെ പേരറിയാം? പോളിനെ അറിയാതിരിക്കുമോ? അവൻ എൻ്റെ അനിയനല്ലേടാ മക്കളെ. അനിയൻ? അനിയനാ? എന്നാ മക്കളെ, ഞാൻ പടിയിലോട്ട് കയറിക്കോട്ടെ, പിന്നെ കാണാം കേട്ടോ.
അവൻ്റെ ചേട്ടൻ പുറത്ത് പിടിയാന്നല്ലേ പറഞ്ഞേ? ദേ ബോള് വരുന്നു. പോകാം. പോവാം. സോറിടാ, അതിപ്പോൾ എന്തിനാ സോറി? നിന്നെ ഞങ്ങൾ ഞൊണ്ടാന്ന് വിളിച്ചാൽ അതൊരു ഫണ്ടിൻ്റെ പുറത്താണ് ഞങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഏതച്ഛൻ? നിൻ്റെ ചേട്ടൻ ഇവിടുത്തെ അസിസ്റ്റൻ്റ് വികാരിയല്ലേ? നിൻ്റെ ചേട്ടനാ ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ. എൻ്റെ ചേട്ടനോ? എൻ്റെ ചേട്ടൻ USA-ലാണല്ലോ. ഞങ്ങൾ കണ്ടായിരുന്നു നീ. അച്ഛൻ അങ്ങോട്ടാ പോയേ. ബാ നമുക്ക് പോയി നോക്കാം. അച്ഛൻ നമ്മുടെ കൊച്ചച്ഛൻ എന്ത് ചെയ്യും? കൊച്ചച്ഛൻ ഇന്നലെ വീട്ടിൽ പോയതാ, നാളെ വരുള്ളൂ.